പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി. സഹാറ ഗ്രൂപ്പിൽ നിന്ന് കോടികൾ മോദി കൈപ്പറ്റിയെന്നും ഇതിന് തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി. ഗുജറാത്തിലെ മൊഹസാനയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും മനു ശങ്കർ ചേരുന്നു. മനു, അഴിമതി ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചെങ്കിലും ഇപ്പോഴാണ് കൃത്യമായ പേര് വിവരങ്ങളോടെ മോദിക്കെതിരെ രാഹുൽ ആഞ്ഞടിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? സോമി, എന്തായാലും ഗുജറാത്തിലെ മെഹസാനയിൽ ഒരു പൊതു റാലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ശക്തമായി പൊതുസമൂഹം മുമ്പാകെ തുറന്നടിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ ആം ആദ്മി സർക്കാർ മുന്നോട്ട് വച്ചിരുന്ന ചില അഴിമതി ആരോപണങ്ങളാണ് കണക്കുകൾ സഹിതം ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സഹാറ അതോടൊപ്പം ആദിത്യ ബിർള ഗ്രൂപ്പിൽ നിന്ന് കോടിയായി നരേന്ദ്രമോദി കൈപ്പറ്റിയിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ഈ ആദിത്യ ബിർള അതോടൊപ്പം സഹാറ ഗ്രൂപ്പ് കമ്പനികളിൽ 2013-2014 കാലയളവിൽ CBI അതോടൊപ്പം ആദായ നികുതി വകുപ്പ് എന്നിവർ റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ ഇരു കമ്പനികളിലും റെയ്ഡ് നടത്തുന്ന സമയത്ത് സഹാറ ബിർള ഗ്രൂപ്പിന്റെയും അതോടൊപ്പം ഈ ആദിത്യ ബിർളയുടെയും ഓഫീസുകളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയതിന്റെ രേഖകളുടെ കണക്കുകൾ ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള കണക്കുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 40 കോടി രൂപയോളം കോഴയായി നൽകിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഇപ്പോഴും ആദായ നികുതി വകുപ്പിന്റെയും അതോടൊപ്പം IT ഡിപ്പാർട്ട്മെന്റിന്റെയും കയ്യിലുണ്ടെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ഇതിൽ രാഹുൽ ഗാന്ധി കണക്കുകൾ സഹിതം ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ്. ഒക്ടോബർ 2013 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രി ഇരുന്ന സമയത്ത് 2.5 കോടി രൂപ നരേന്ദ്രമോദി ആദിത്യ ബിർള ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. ഇതോടൊപ്പം നവംബർ 13 2013 നവംബർ 12 5 കോടി രൂപ, അതോടൊപ്പം 2013 നവംബർ 27 2.5 കോടി രൂപ, ഈ 2013 നവംബർ 29 5 കോടി രൂപ എന്നിങ്ങനെയാണ് സഹാറ ഗ്രൂപ്പിൽ നിന്ന് നരേന്ദ്രമോദി കോഴയായി കൈപ്പറ്റിയത് എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ച് ഉള്ള രേഖകൾ സഹാറയുടെ ഓഫീസിൽ CBI അതോടൊപ്പം ആദായ നികുതി വകുപ്പുകൾ എന്നിവർ റെയ്ഡ് നടത്തിയപ്പോൾ രേഖകൾ സഹിതം ലഭിച്ചിരുന്നുവെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. ഇതോടൊപ്പം ശ്രദ്ധേയമായ മറ്റു ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ലഭിച്ച ഫയലുകളിൽ വ്യക്തമാക്കിയിരുന്നത് 2013 ഡിസംബർ 6 പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് 5 കോടി രൂപ നൽകിയിരുന്നു എന്നാണ് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഫയലുകളിൽ ഉള്ളത്. 2013 ഡിസംബർ 19 5 കോടി രൂപ, 2014 ജനുവരി 13 5 കോടി രൂപ എന്നിങ്ങനെ പണം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് നരേന്ദ്രമോദി കോഴയായി കൈപ്പറ്റിയിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. 2014 മെയ് മാസത്തിലാണ് NDA സർക്കാർ അധികാരത്തിലേറുന്നത്. ഇതിനു മുൻപായി 40 കോടിയോളം രൂപ നരേന്ദ്രമോദി കൈപ്പറ്റിയിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ചില കണക്കുകൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടരുക. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ PV തോമസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ PV തോമസ്, മുൻപ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കണക്ക് സഹിതമാണ് ഇപ്പോൾ മോദിക്കെതിരെ രാഹുൽ ആഞ്ഞടിക്കുന്നത്. എത്രത്തോളം നിർണായകമാകും വരും ദിവസങ്ങളിൽ? പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറയാൻ ബാധ്യസ്ഥരുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു പാർലമെന്റിനുള്ളിൽ അല്ലെങ്കിൽ പുറത്തു പറഞ്ഞു. അത് ശരിയാണ്. പക്ഷേ പ്രശാന്ത് ഭൂഷൺ ഇതേ സംബന്ധിച്ച് ഇതുപോലെ തന്നെ ഇത് തന്നെ ഉയർത്തി സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് തെളിവ് കൊണ്ടുവരാനാണ് പറഞ്ഞത് പ്രശാന്ത് ഭൂഷണോട്. അതുപോലെ തന്നെ നേരെ ഒരു പഴയ കേസാണ്. പക്ഷേ എന്ന് വിചാരിച്ചാൽ തന്നെയും വളരെ ഗൗരവമേറിയതുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് നരേന്ദ്രമോദി സഹാറ ഗ്രൂപ്പിൽ നിന്നും കാശ് വാങ്ങിച്ചതിനെ കുറിച്ചുള്ള സംഭവമാണിത്. അത് അദ്ദേഹം ക്ലിയർ ആയിട്ട് വരണം, വെളിപ്പെടുത്താൻ അദ്ദേഹം ബാധ്യതനാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ അതിന്റെ ഈ വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെ വരുമ്പോൾ രവിശങ്കർ പ്രസാദ് അഡ്രസ് ചെയ്യാൻ പോവാണ് മീഡിയയെ 5 മണിക്ക്. അപ്പോൾ അത് വരുമ്പോൾ എന്താ അവര് പറയുന്നത് നോക്കണം. ഏതായാലും ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അദ്ദേഹത്തിന് പാർലമെന്റിൽ പറയാൻ പറ്റിയില്ല, അദ്ദേഹം പുറത്തു പറഞ്ഞു. പക്ഷെ അതിന്റെ വാസ്തവതയും അതുപോലെ സീരിയസ്നെസ്സും എത്രമാത്രം മോഡിയെ ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസം കണ്ടറിയണം. ഏതായാലും
മുഖവിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് മോഡിക്ക് ഇതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും പി വി തോമസ്, ഇത് തന്നെ ആയിരിക്കുമല്ലോ ഒരു പക്ഷേ ബി ജെ പി പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നതും. അതായത് പാർലമെന്റിന്റെ സമ്മേളനം നടക്കുമ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി അഴിമതി ആരോപണം ഉന്നയിച്ചെങ്കിലും അത് പാർലമെന്റിൽ പറയാൻ തയ്യാറായില്ല. അന്നും ബി ജെ പി പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് തെളിവുണ്ടായിരുന്നെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്യാമെന്നായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ തെളിവ് സഹിതം അല്ലെങ്കിൽ കണക്കുകൾ സഹിതം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും ബി ജെ പി പ്രതിരോധിക്കാൻ സാധ്യത? ബി ജെ പി പ്രതിരോധിക്കാൻ സാധ്യത ഇത് പഴയ കേസാണ്, അതുപോലെ ഇതിൽ കഴമ്പൊന്നുമില്ല എന്നൊക്കെ ആയിരിക്കും ബി ജെ പി പറയുക. അത് എത്രമാത്രം ജനങ്ങളെ കൺവിൻസ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിഞ്ഞേ പറ്റൂ. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ശരി, രാജീവ് ഗാന്ധിക്ക് പാർലമെന്റിൽ പറയാമായിരുന്നത് അതിന് പ്രോപ്പറായിട്ട് നോട്ടീസ് കൊടുക്കാമായിരുന്നു. അദ്ദേഹം കൊടുത്തില്ല. അങ്ങനെ അവിടെ പറഞ്ഞായിരുന്നെങ്കിൽ അത് കുറേയും കൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മോഡി പറയുന്ന പോലെ തന്നെ ലോകസഭയല്ല ജനസഭയാണ് എന്ന് പറഞ്ഞ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അത് ഇത് ലീഗലായിട്ട് എത്രമാത്രം നിലനിൽക്കുന്ന കാര്യം നമുക്ക് നോക്കി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ആരോപണം വന്നു കഴിഞ്ഞു. അത് പ്രശാന്ത് ഭൂഷൺ കോടതി കൊടുത്ത പോലെയല്ല, അതിനപ്പുറമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ വരും ദിവസങ്ങൾ നമുക്ക് നോക്കി കാണാനായിട്ടിരിക്കുന്നു. ബി ജെ പി ഏതായാലും തീർച്ചയായിട്ടും അതിനെ ഡിഫെൻഡ് ചെയ്യും. ഇതിനെ രാജീവ് ഗാന്ധിയെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ ആരുടെ ഇതായിരിക്കും കൺവിൻസിംഗ് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശ്രീ പി വി തോമസ്, പാർലമെന്റ് സമ്മേളനത്തിന് ഇടയിൽ തന്നെ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഏറെ വിവാദമായിരുന്നു. അത് നോട്ട് പ്രതിസന്ധിക്ക് ഇടയിൽ പ്രതിപക്ഷാംഗങ്ങൾക്കിടയിൽ ഉണ്ടായ ഐക്യത്തിന് ഒരു വിള്ളൽ വരുത്തി എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അന്ന് അദ്ദേഹം ഇതിനെ ഒന്നും മുന്നോട്ട് വെക്കാതെ ഇപ്പോൾ ഒരു പൊതുവേദിയിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അതായത് അങ്ങനെ ഒരു കോംപ്രമൈസ് നടത്തി മോഡിയുമായിട്ട് കണ്ടെത്ത വഴി എന്ന് പറയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ അത് തന്നെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്, അത് തന്നെയാണോ പറഞ്ഞതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഏതായാലും കാണുകയുണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടികളുടെ യൂണിറ്റിക്ക് ഒരു വിള്ളലുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എത്രമാത്രം ഗൗരവതരമാണ്, അതിൽ എത്രമാത്രം തെളിവുണ്ട് അദ്ദേഹത്തിന്, അത് പുതിയ ഒരു ആരോപണമാണോ അതെയോ പഴയ ആരോപണമാണോ എന്നുള്ള കാര്യമെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ കോംപ്രമൈസ് ഉണ്ടായോ മോഡിയുമായിട്ടെന്നുള്ള കാര്യം നമ്മൾ പെട്ടെന്ന് നമുക്ക് എടുത്തു ചാടിയൊന്നും പറയാൻ പറ്റിയില്ല. ഏതായാലും അദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ പറഞ്ഞില്ല അദ്ദേഹത്തിന് പറയാമായിരുന്നു, പക്ഷെ ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തില് നമ്മളിത് 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദയവായി തുടരുക ശ്രീ പി വി തോമസ്. ഇപ്പോൾ ബി ജെ പി നേതാവ് JR പത്മകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ പത്മകുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൃത്യമായ കണക്കുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം? ആഞ്ഞടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം മുൻപ് അഴിമതി ആരോപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കണക്കുകൾ സഹിതം പേരുകൾ സഹിതം രാഹുൽ ഗാന്ധി പറയുന്നു. അല്ല, അത് അദ്ദേഹത്തിന് അറിയാമല്ലോ. ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് 2002 മുതൽ 2014 വരെയും വേട്ടയാടിയിട്ടുണ്ടല്ലോ. ഇത് മാത്രമൊന്നുമല്ലല്ലോ, എന്തെല്ലാം അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുന്നതിനും മറ്റുള്ള ശ്രമങ്ങൾ നടത്തിയാലൊക്കെ പരാജയപ്പെട്ടത്. അതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ട് വന്നത്. ഇതേപോലെ 2013 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു കഥ ആണ് പറയുന്നത്. സഹാറ കേസുമായി ബന്ധപ്പെട്ട അത്തരം ആരോപണമൊക്കെ അതൊക്കെ എത്രയോ തവണ പരിശോധിച്ച് അതിനെ സംബന്ധിച്ച് കഴമ്പില്ല എന്നൊക്കെ മുമ്പ് തന്നെ അത് വെളിവായിട്ടുള്ളതാണ്. മാത്രമല്ല, ഇതിൽ പ്രസക്തമായ ഒരു പ്രശ്നമാണ്. ഇതിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പുറത്തുവെക്കാൻ എന്താ പറഞ്ഞത്, നോട്ട് നിരോധിക്കലുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി അഴിമതി നടത്തിയിട്ടുണ്ട്, അതിന്റെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2016 നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോഴും വന്നിട്ട് 2013 എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത്രയും ബാലിശമായ ഒരു നേതാവിനെ യോജിക്കാത്ത, പക്വതയില്ലാത്ത ഒരു ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ നേതാവാണ് നയിക്കുന്നത് എന്നാൽ ഇത്രയും ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടാകി പോട്ടെ. ആ പാർട്ടിക്ക് തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ളൊരു രീതിയല്ലേ. ജനങ്ങൾക്ക് തന്നെ ഈ പാർട്ടിയോടുള്ള വിശ്വസ്ത പോവില്ലേ? കുറച്ചുകൂടി പക്വതയായിട്ട് പെരുമാറണ്ടേ? ആരോപണം ഉന്നയിക്കും, പ്രധാനമന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉണ്ടെങ്കിൽ അത് വ്യക്തത വേണ്ടേ?
ശ്രീ JR പത്മകുമാർ, രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതിന് വ്യക്തമായ ഒരു മറുപടി കൂടി നൽകേണ്ടതുണ്ടല്ലോ. ഇത്തരത്തിൽ നിങ്ങൾ ഇപ്പോൾ നോട്ട് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് അഴിമതിയായി ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ വിഷയം മാറ്റുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെയല്ലല്ലോ. പ്രധാനമന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചപ്പോൾ താങ്കൾ വാർത്ത വായിക്കും, താങ്കൾക്കെതിരായിട്ട് ഞാനൊരു ആരോപണം പറഞ്ഞല്ലോ. ആരോപണത്തിന് അടിസ്ഥാനപരമായി രേഖകൾ വേണ്ടേ? ആദായ നികുതി വകുപ്പിന്റെ രേഖകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി. അതൊക്കെ നേരത്തെ ചർച്ച ചെയ്ത് എത്രയോ തവണ അതിനൊന്നും ഒരു കഴമ്പ് ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളില്ല. സഹാറ ഗ്രൂപ്പുമായിട്ട് ഇതിനു മുമ്പ് കെജ്രിവാൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഒരു വക്കീല് നേരത്തെ ഇതൊന്നും ഒരുപാട് സ്ക്രൂട്ടണി കഴിച്ച കാര്യമല്ലേ. ഇതൊന്നും എന്താ പുതുമയുള്ളത്? ഇതേ ഞാൻ പറഞ്ഞത് അതല്ല, പഴയ കാര്യമൊന്നും ഉണ്ടാകൊണ്ടല്ല, പഴയ കാര്യങ്ങൾ കൊണ്ടുവരാൻ അന്വേഷിക്കാം. അതല്ലല്ലോ പ്രശ്നം. ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകള് എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്? ഇദ്ദേഹം ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതി നടത്തിയിട്ടുണ്ട്, അതെല്ലാം എന്റെ കയ്യിൽ രേഖയായി ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2013, 2012 അല്ലെങ്കിൽ അതിന് മുമ്പ് പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരുപാട് പരാജയപ്പെട്ട ഒരു ഗാനവും എടുത്തുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഇത് സമയം മെനക്കെടുത്തുക എന്നുള്ളതല്ലാതെ. അതാണ് ഞാൻ പറഞ്ഞത്, നേതൃത്വത്തിന്റെ പക്വതയില്ലാത്ത, ഈ പാർട്ടിയെ നയിക്കാൻ പോലും യോഗ്യനല്ലാത്ത ഒരാൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ എന്താ ചെയ്യാ? ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാമല്ലോ. ഏതെങ്കിലും ഒരു കണക്ക് പറഞ്ഞതുകൊണ്ടോ ആദായ വകുപ്പിന്റെ രേഖ ഉണ്ടെങ്കിൽ 2013 അവരുടെ കയ്യിലാണല്ലോ ഭരണം ഇരുന്നത്. UPA 2013 അന്ന് എന്തെങ്കിലും നടപടി എടുക്കണ്ടായിരുന്നു? ഇതൊക്കെ ആരോപണം ഉന്നയിക്കുകയാണ്. മോഡിയെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ഒരുപാട് എല്ലാ ആരോപണങ്ങൾ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലയിൽ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. കാരണം സത്യസന്ധമായൊരു നിലപാടുള്ളത് കൊണ്ട് അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് സാധാരണ ഇലക്ഷൻ പ്രചരണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രചരണം നടത്തിക്കോട്ടെ. എന്ത് പ്രചരണം നടത്തിയാലും ജനങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളതാണ്, അവർക്ക് ചിന്താശക്തിയുള്ളവരാണ്. JR പത്മകുമാർ, താങ്കൾ ഇത്ര നിസ്സാരമായി കാണരുത്. രാഹുൽ ബാലിശമായി പറയുന്നു എന്ന് താങ്കൾ പറയുമ്പോഴും ആദിത്യ ബിർള ഗ്രൂപ്പിൽ നിന്നും ഇത്തരത്തിൽ കോഴ വാങ്ങിയതായി ആദായ നികുതി വകുപ്പിന്റെ രേഖകളുണ്ടെന്ന് ദില്ലി മുഖ്യമന്ത്രിയും ഇതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി ആരുടെയൊക്കെ ശൂലം കൊണ്ട് കുത്തി ഗർഭിണികളുടെ വയറ്റിൽ നിന്ന് കുട്ടികളെ എടുത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഒളിച്ചുനോട്ടം നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻകൗണ്ടറിൽ ഒരു മുസ്ലിങ്ങളെല്ലാം കൊന്നൊടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. നരഹത്യ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ചർച്ച ചെയ്ത കാര്യമാണല്ലോ. ഇതൊരു പുതുമയെന്നുള്ള കാര്യമല്ലല്ലോ. ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞല്ലോ, കള്ളപ്പണക്കാർക്ക് വേണ്ടിയിട്ട് BJP-ക്കാർ എല്ലാവരും പണമെല്ലാം വെളുപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സഹകരണ സംഘങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഇത്രയൊക്കെ താങ്കൾ പറയുമ്പോഴും ഈ പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്ന് ഇത്ര വലിയ ഈ ഒരു പ്രതിസന്ധിയിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ശ്രീ JR പത്മകുമാർ, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. പ്രധാനമന്ത്രി വരില്ലെന്ന് പറഞ്ഞില്ല, പ്രസംഗിക്കില്ലെന്ന് പറഞ്ഞില്ല. പ്രധാനമന്ത്രി വരാതിരിക്കേണ്ടതും ചർച്ച ചെയ്യാതിരിക്കേണ്ടതും കോൺഗ്രസിന്റെയും CPM-ന്റെയും ആവശ്യമായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. ഞങ്ങളാരും സംഭവിക്കില്ലെന്ന് പറഞ്ഞില്ല, പ്രസംഗിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. പ്രധാനമന്ത്രി വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പൊ ഇല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഭാ നടപടികൾ. ശ്രീ JR പത്മകുമാർ, താങ്കളിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ M സന്തോഷ് കൂടി ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനമായി രാഹുൽ ഗാന്ധി പറയുന്നത് ആദായ നികുതി വകുപ്പിന്റെ രേഖകളാണ്. ആ രേഖകളാണ് ഇപ്പോൾ പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളുമായി M സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? വിവരങ്ങൾ. ടോമി, രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിവയ്ക്കുന്ന രേഖകളാണ് ഇപ്പോൾ പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്. സഹാറയുടെ ഓഫീസിൽ നിന്നും ആദായ നികുതി വകുപ്പ് റെയ്ഡിലൂടെ പിടിച്ചെടുത്ത രേഖകളിൽ വളരെ കൃത്യമായി തന്നെ മോഡിക്ക് പണം കൈമാറിയതിന്റെ വിശദാംശങ്ങളുണ്ട്. ഡേറ്റ് സഹിതം ഈ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 30/10/2013 2.5 കോടി രൂപ, 12/11/2013 5.5 കോടി രൂപ, 17/13/2013 വീണ്ടും 2.5 കോടി രൂപ. ഈ ഡോക്യുമെന്റ്സും രേഖകളിൽ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഗിവൺ അറ്റ് അഹമ്മദാബാദ് ബ്രാക്കറ്റിൽ മോഡിജി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നിരവധി തവണ മോഡിക്ക് പണം കൈമാറിയതായിട്ടാണ് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2013, 2014 കാലയളവിലാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്. ഇതിൽ കൂടുതലും 2013 നവംബർ ഡിസംബർ മാസത്തിലാണ്. കൂടാതെ ജനുവരി ഫെബ്രുവരി മാസം 2014 ജനുവരി ഫെബ്രുവരി മാസത്തിലും ഇത്തരത്തിൽ പണം കൈമാറിയതായി ഈ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. സഹാറയുടെ
സഹാറയുടെ ഓഫീസിൽ നിന്നും ആദായ നികുതി വകുപ്പാണ് ഈ രേഖകൾ തിരിച്ചെടുത്തിട്ടുള്ളത്. ഏതായാലും 55 കോടിയോളം രൂപ മോഡിജിക്ക് കൈമാറി എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് വെളിപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ ഇതിന്റെ രേഖകൾ പരസ്യമാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. ഏതായാലും നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ രേഖകൾ അനുസരിച്ച് രാഹുൽ ഗാന്ധി വേദിയിൽ നിന്നും ഡേറ്റ്, തീയതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കണക്കുകളുണ്ട്. ഇത്ര പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ള കണക്കുകളുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഏതായാലും ഈ ആരോപണം ഇതിൽ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്താണ്. കൂടാതെ സഹാറയുടെ ഓഫീസിലെ മറ്റ് അക്കൗണ്ട് വിശദാംശങ്ങൾ എല്ലാം തന്നെയും ഈ രേഖകളിലുണ്ട്. ആർക്കൊക്കെ പണം കൈമാറി എന്നുള്ള വരവ് ചിലവ് കണക്കുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അക്കൗണ്ട്സ് ബുക്കിന്റെ ഭാഗങ്ങളാണ് ഇത്. ഇതിൽ തന്നെ അവിടെ അധികാരികളുടെ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്തും ആധികാരികമായ ഒരു രേഖയായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും. അത്തരത്തിൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ഏറെ ശരിവെക്കുന്നതാണ്. എങ്കിൽ കൂടിയും ഇത് സഹാറ ഗ്രൂപ്പും ഇത് സമ്മതിച്ചിട്ടുണ്ടെന്നും ഒരു സുതാര്യമായ പണ കൈമാറ്റമാണ് നടന്നത് എന്നുള്ള തരത്തിലേക്കാണ് BJP ഈ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ രേഖകളിൽ പക്ഷേ ഒരു മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾക്ക് ഒരു സ്വകാര്യ സ്ഥാപനം ഇത്രയും അധികം കോടി രൂപ കൈമാറുന്നതിന്റെ കാര്യം എന്താണ് എന്നുള്ളത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നതിനായി അല്ലാതെ കോടിക്കണക്കിന് രൂപ, 50 കോടിയിലധികം രൂപ ഇത്തരത്തിൽ കൈമാറി എന്നുള്ള വിശദാംശങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ആരോപണം, നേരത്തെ തന്നെ സഹാറ ഗ്രൂപ്പ് ഇത്തരത്തിൽ മോഡിക്ക് പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ള ആരോപണം പുറത്തു വന്നിരുന്നെങ്കിൽ കൂടിയും തെളിവ് സഹിതമാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കാര്യം വിശദീകരിക്കുന്നതിൽ BJP ഇപ്പോൾ വിശദീകരിക്കേണ്ടായി വരും. അല്പസമയത്തിനകം തന്നെ BJP ഇതിന്റെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നമുക്ക് ലഭ്യമായിട്ടുള്ള പീപ്പിൾ ടിവിക്ക് ലഭ്യമായിട്ടുള്ള ഈ രേഖകളിൽ ഇതിന്റെ വിശദാംശങ്ങളുണ്ട്. പണം കൈമാറി എന്നുള്ള വിശദാംശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പണം കൈമാറിയിട്ടില്ല, പണം വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇനി ഏതായാലും BJPക്ക് കഴിയില്ല. മറ്റൊന്ന്, BJP ഇപ്പോൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമം നടത്താൻ ഇടയുള്ളത് ഈ പണക്കൈമാറ്റം സുതാര്യമായിരുന്നു, അതുകൊണ്ട് തന്നെ അതിൽ അഴിമതിയില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃത്യമായ രേഖകൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്, സഹാറ തന്നെ ഇത് സമ്മതിച്ചതാണ് എന്ന് തുടങ്ങിയ ചില ന്യായീകരണങ്ങളിലേക്ക്, വിശദീകരണങ്ങളിലേക്ക് BJP നീങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കൃത്യമായി ഇതിൽ വിശദീകരിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനും BJP നേതൃത്വത്തിനുമുണ്ട്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി എന്തിനാണ് ഒരു സ്വകാര്യ സംരംഭത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും, പ്രത്യേകിച്ചും സഹാറ ഗ്രൂപ്പിനെ കുറിച്ച് അറിയാം, നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നു, കേസുകൾ നിലനിൽക്കുന്നു, സ്ഥാപനത്തിന്റെ മേധാവികൾ ഉൾപ്പെടെ ജയിലിൽ പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ആ ഘട്ടത്തിൽ അത്തരത്തിൽ ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സ്വകാര്യ കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയത് എന്തിനാണ് എന്നുള്ളതിന്റെ വിശദീകരണം BJP നേതൃത്വം നൽകേണ്ടതായി വരും. തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇനി പ്രധാനമന്ത്രിക്കോ BJPക്കോ കഴിയില്ല. സോറി. തീർച്ചയായിട്ടും സന്തോഷിലേക്ക് തിരിച്ചെത്താൻ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ടോം വടക്കൻ, ഒടുവിൽ രാഹുൽ ഗാന്ധി പൊട്ടിക്കുമെന്ന് പറഞ്ഞ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? ഇത് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയില്ല, പക്ഷെ ഇത് തീർച്ചയായും ഒരു ഓപ്പണിംഗ് ഇന്നിങ്സ് ആണ്. ഈ ഓപ്പണിംഗ് ഇന്നിങ്സിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ കാശ് വാങ്ങിയോ ഇല്ലയോ? ഇതിന് ഉത്തരം പറയട്ടെ. ഞങ്ങളുടെ ചോദ്യമാണ്, തീർച്ചയായും പ്രൈം മിനിസ്റ്റർ കാശ് മേടിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യട്ടെ. കാരണം ഇതിൽ എവിഡൻസ് ഉണ്ട്, ഇൻകം ടാക്സ് അതോറിറ്റി സൈൻ ചെയ്ത ഡോക്യുമെന്റ് ഉണ്ട്, വിറ്റ്നസസ് ഉണ്ട്. ഒന്ന് എക്സൽ ഷീറ്റാണ് സഹാറയുടെ കേസിൽ, മറ്റേല് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം. തീർച്ചയായും നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൈം മിനിസ്റ്റർ ക്ലീൻ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആവാനും സാധ്യതയുണ്ട്. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. 30 മാസമായി ഈ കാര്യങ്ങൾ പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് എടുക്കുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ജനങ്ങളോട് പറയട്ടെ കാശ് വാങ്ങിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം. ശ്രീ ടോം വടക്കൻ, ദയവായി തുടരുക. ഇപ്പോൾ BJP നേതാവ് JR പത്മകുമാർ ലൈനിൽ ഉണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ JR പത്മകുമാർ, ഇപ്പോഴെങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം?
അറിയാലോ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പീപ്പിൾ ടിവിയാണല്ലോ കായംകുളത്തൊരു CPM പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനെ മോഡി വിളിച്ചിട്ട് 500 വോട്ട് 1000 വോട്ട് ശ്രീ JR പത്മകുമാർ, താങ്കൾ വിഷയത്തിൽ നിന്ന് മാറരുത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ താങ്കളോട് നിങ്ങൾക്ക് കാണിക്കുക. ഞാൻ വിഷയത്തിനൊന്നല്ല, അതിലേക്ക് തന്നെ വരാൻ പോകുന്നത്. അസഹിഷ്ണുത കാണിക്കരുത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ വാർത്തകളുടെ അടിസ്ഥാനമൊക്കെ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നിൽക്കും. ടോമനൊക്കെ എന്താ പറഞ്ഞത്? ഇതിനെ സംബന്ധിച്ച് മുമ്പ് ഒരു കേസുമായി വന്നപ്പോ എന്താ പറഞ്ഞത്? ഒരു ലെറ്റർ എഴുതും, ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആർക്കെതിരായിട്ട് എന്ത് ആരോപണം ഉന്നയിക്കാം, അതുകൊണ്ട് എടുത്തുകൊടുക്കാൻ പറഞ്ഞ തള്ളിയ കേസല്ലേ ഇത്? ഈ തോറ്റ കേസിന് വേണ്ടി വീണ്ടും കൈരളി വാദിക്കുന്നത് എന്തിനാ? അപ്പോ BJP പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ മോഡി അഴിമതി നടത്തിയത് വരുത്താൻ വേണ്ടിയിട്ടുള്ളല്ലേ? അത് വില പോകുന്ന ഒരു കാര്യമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പടക്കമൊന്നുമല്ല, ഈ ബോംബൊന്നുമല്ല, ഇത് നനഞ്ഞ പടക്കമാണ്. മാത്രമല്ല, നിങ്ങളത് ആലോചിച്ച് നോക്കാം, BJPക്ക് പൈസ കൊടുത്തു എന്നുള്ളത് ഒരു വാദത്തിന് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ കോർപ്പറേറ്റുകൾ പാർട്ടികൾക്ക് സഹായം ചെയ്യാറുണ്ട്. എല്ലാ പാർട്ടിക്കും ഉണ്ട്, CPM-നുണ്ട്, കോൺഗ്രസിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ പൈസ ഞങ്ങളുടെ കണക്കിൽ വന്നിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പ്രസക്തി തന്നെ പോയില്ലേ? കള്ളപ്പണമൊന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ പോയിട്ടില്ല. ഞങ്ങളുടെ കണക്കിൽ ഇലക്ഷൻ കമ്മീഷന് ഞങ്ങളെ കൊടുക്കുന്ന എല്ലാ വർഷവും കണക്ക് കൊടുക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അതിൽ ഈ വന്ന പൈസ കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന് കള്ളപ്പണം അഴിമതി എന്നുള്ള പ്രശ്നം വരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എല്ലാവരും പൈസ വാങ്ങും. ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ കണക്കിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇത് വെറുതെ ഒരു BJPക്കെതിരായിട്ട് അല്ലെങ്കിൽ മോഡിക്കെതിരായിട്ട് ഒരു പ്രചരണം നടത്താനുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഞങ്ങൾ ഈ രാഹുൽ ഗാന്ധിക്കെതിരെയോ കോൺഗ്രസിനെതിരായിട്ട് കാര്യമായിട്ട് ഒരു ആരോപണം ഇതുമായി പുറത്തോട്ട് വന്നാൽ താങ്ങാനുള്ള ഒരു കഴിവ് ഒരുപക്ഷെ കോൺഗ്രസിൽ കാണില്ല. അത് കാലക്രമത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോഡിക്കെതിരായിട്ട് തെളിവെന്ന് പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസിനെതിരായിട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ട് ഞങ്ങൾ തെളിവുകളുമായി മുന്നോട്ട് വന്നാൽ ഒരുപക്ഷെ താങ്ങാനുള്ളൊരു ശക്തി കോൺഗ്രസിന് ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ 59 ദിവസത്തെ യാത്രയുടെ വിവരങ്ങളൊക്കെ ഇലക്കട കയ്യിലുണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാം എന്താണ് അതിന്റെ തെളിവുകളുടെ ആഴം എന്നുള്ള കാര്യമൊക്കെ. ഞങ്ങളതിന്റെ രാഷ്ട്രീയ ഒരു മാന്യത കാഴ്ത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ തരംതാണ രീതിയിലേക്ക് പോയാൽ കോൺഗ്രസ് തന്നെയായിരിക്കും അതിന്റെ ബലം അനുഭവിക്കാൻ. ശ്രീ JR പത്മകുമാർ, ദയവായി തുടരുക. അതിനുള്ള മറുപടി നൽകേണ്ടത് ശ്രീ ടോം വടക്കനാണ്. ശ്രീ ടോം വടക്കൻ, ഇതൊരു നനഞ്ഞ പടക്കമാണെന്നാണ് BJP നേതാവ് JR പത്മകുമാറിന്റെ അവകാശവാദം. എങ്ങനെയാണ് താങ്കളുടെ അതിനോടുള്ളൊരു പ്രതികരണം? നിങ്ങൾ അവർ പറഞ്ഞ കാര്യം മുഴുവൻ പറഞ്ഞില്ല. പേടിപ്പിക്കുകയാണ് അവരെ. എന്താണ് ഇത്ര പേടിപ്പിക്കാൻ? ഞങ്ങൾക്കൊരു പേടിയൊന്നുമില്ല. ഞങ്ങളുടെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, കാശ് കൊടുത്തു ഇല്ലയോ പറയട്ടെ. അത് ക്ലിയർ ആയിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് ചോദ്യം. പ്രൈം മിനിസ്റ്റർ കാശ് വാങ്ങിച്ചോ ഇല്ലയോ? പ്രൈം മിനിസ്റ്റർ വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ് ഉണ്ട്. അത് ഇൻകം ടാക്സ് ഓഫീസേഴ്സിന്റെ ഉണ്ട്, സിഗ്നേച്ചേഴ്സ് ഉണ്ട്, വിറ്റ്നസസിന്റെ. പ്രശാന്ത് ഭൂഷൺ ഇഷ്യൂ റേസ് ചെയ്തു. പക്ഷെ അത് സുപ്രീം കോർട്ടിലാണ്. അതൊന്നും മറയായിട്ട് വെക്കാൻ നോക്കില്ല. ചോദ്യം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കാശ് മേടിച്ചോ ഇല്ലയോ? അതിനിപ്പോ രാഹുൽ ഗാന്ധി എന്താ ചെയ്ത് വെക്കേഷനിൽ പോയപ്പോ അതൊന്നും ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ എവിടെ പോയി എന്നൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങളുടെ ചോദ്യം കൃത്യമാണ്. പണം മേടിച്ചോ ഇല്ലയോ? സഹാറയുടെ കയ്യിൽ നിന്ന് മേടിച്ചോ, ബിർളയുടെ കയ്യിൽ നിന്ന് വെച്ചോ? എക്സൽ ഷീറ്റുകളാണ് കിടക്കുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ. എന്ത് ചെയ്തു 30 മാസം? ഇപ്പൊ ഇവര് ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾ വേറെ കാര്യങ്ങൾ കൊണ്ടുവരും, സ്റ്റിംഗ് ഓപ്പറേഷൻ. ഈ കാര്യങ്ങളൊന്നും പേടിക്കാൻ പോകുന്ന പാർട്ടിയൊന്നുമല്ല. അപ്പൊ BJP ഇവിടെ അല്ല, പ്രൈം മിനിസ്റ്ററോടാ ചോദ്യം. ഞങ്ങൾ വേറെ കാര്യമൊന്നുമല്ലല്ലോ പറയുന്നത്. ചോദ്യം നേരെ ചോദ്യമാണ്. ഉത്തരം പറയൂ. ഇല്ല, ആണ്. ഉത്തരം പറയില്ല എങ്കിൽ രാജ്യം കാണുന്നുണ്ട് എന്താണ് കാര്യം. ശ്രീ ടോം വടക്കൻ, ഇവിടെ JR പത്മകുമാർ പറഞ്ഞതുപോലെ ഒരു കമ്പ്യൂട്ടറും ഒരു ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ തെളിവുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ രേഖകൾ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം സുതാര്യമായിരിക്കുമെന്നും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ചോദ്യത്തിന് അവർ ഉത്തരം പറയട്ടെ. മേടിച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചു, മേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് സെക്കൻഡ് നടപടി അത് കഴിഞ്ഞിട്ടല്ല വരിക. ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയണം. നിങ്ങൾ മേടിച്ചോ ഇല്ലയോ? മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിഷയം വേറെ, മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വിഷയം വേറെ. ചോദ്യത്തിന് ഉത്തരം പറയൂ. മേടിച്ചോ ഇല്ലയോ? ശ്രീ JR പത്മകുമാർ, അല്ല, അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരവല്ല. ഞാൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഡൽഹി പാർട്ടി കേന്ദ്ര നേതൃത്വം അതിന്റെ നിലപാട് വ്യക്തമാക്കുമല്ലോ. ഞങ്ങൾക്ക് എന്താ പേടി?
വ്യക്തമാക്കുമല്ലോ. അത് അല്പം വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ടോമടക്കൻ ഇവിടെ വന്നിരുന്നിട്ട് പറഞ്ഞാൽ തിരുവനന്തപുരത്തിരിക്കണം, ഞാൻ വാങ്ങിയോ ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതല്ലല്ലോ പ്രശ്നം. എനിക്ക് എന്റെ പാർട്ടിയെ സംബന്ധിച്ച് വിശ്വാസമുണ്ട്, നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വിശ്വാസമുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇത് കോൺഗ്രസ് ചില അവര് ഈ ഡിമോണിറ്റൈസേഷൻ അതിന്റെ ഫലമായിട്ട് വാലിൽ തീ പിടിച്ചതുപോലെ ഓടുകയാണ്. കോൺഗ്രസിനെതിരായിട്ടുള്ള അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസ് ഓടുകയാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. നമുക്കറിയാലോ, ഡിഫൻസിലെ അഴിമതി ഏറ്റവും ബോംബേഴ്സ് കേസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഴിമതി. അതിൽ കൊടുക്കാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കാണ് പൈസ കൊടുത്തതെന്ന് അറിയാം. ഒരു രാഷ്ട്രീയ കുടുംബത്തിന് പൈസ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാം. അതുപോലെ തന്നെ ടോമടക്കം മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പ് ഒരു ഇംഗ്ലീഷ് പത്രം ഒരു കണക്ക് പറയുന്നത് അധികാരത്തിൽ UPA ഭരണകാലത്ത് അധികാരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ 4ാം സ്ഥാനത്താണ് സോണിയാഗാന്ധി. ബ്രൂണ സുൽത്താനും ന്യൂയോർക്ക് മേയറും സൗദി രാജാവും കഴിഞ്ഞാൽ 4ാം സ്ഥാനം സോണിയാഗാന്ധിക്കായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ദിരാഗാന്ധി ആ പട്ടികയിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ രാജീവ് ഗാന്ധി പട്ടികയിൽ വന്നിട്ടില്ല. പിന്നെ സോണിയാഗാന്ധി എങ്ങനെയാണ് ഈ വലിയ പണക്കാരി ലോകത്തുള്ള പൊളിറ്റീഷ്യന്മാരില് ഭരണാധികാരികൾ ഏറ്റവും 4ാമത്തെ പണക്കാരിയായത് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം ടോമടക്കൻ. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ, അതേസമയം മോഡിയുടെ സാധ്യ വരുമാനം ഇൻകം എത്രയാണെന്ന് അദ്ദേഹം ഇലക്ഷൻ നിൽക്കുന്ന സമയത്തുണ്ടായിരുന്ന ഇൻകവും അദ്ദേഹം പ്രധാനമന്ത്രിയായി 30 മാസക്കാലം പൂർത്തീകരിക്കുന്ന സമയത്തുള്ള ഇൻകവും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പൊ മനസ്സിലാകും, എല്ലാം മനസ്സിലാവും എന്താണ് മോഡി ചെയ്തിട്ടുള്ളത്, എന്താണ് സോണിയാഗാന്ധി കുടുംബവും ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ നമുക്ക് വരട്ടെ, കാര്യമായി വരട്ടെ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞത് ഒരു കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഞാനല്ല പറഞ്ഞത്, സുപ്രീം കോടതിയാണെന്ന് ഭൂഷണോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ബാലിശങ്ങളായ ആരോപണം കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് കേസ് തള്ളിയത്. അത് മനസ്സിലാക്കി വെച്ചിട്ട് വീണ്ടും ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസുമായി ബന്ധപ്പെട്ട് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഉള്ളൊരു ബോധപൂർവമായ ശ്രമമാണ്. അതിന് കുറെ മോഡി വിരോധത്തിന്റെ പേരിൽ കുറെ ആളുകൾ കൂടെ ചേരും. നമുക്ക് കാണാവുന്ന കാര്യമേ ഉള്ളൂ.